എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നൈറ്റി മെറ്റീരിയലുണ്ട്. നാഷണൽ മെറ്റീരിയലാണ്. വളരെ നല്ല മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കൊണ്ട് ഇന്ന് നൈറ്റി അല്ല തയ്ക്കുന്നത്, ഒരു ചുരിദാറിൻ്റെ കുർത്തയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യം ഞാൻ സ്ലീവാണ് മുറിച്ചെടുക്കുന്നത്. സ്ലീവ് എനിക്ക് 3/4 സ്ലീവാണ്. അപ്പോൾ അതിനെനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം. 16 ഇഞ്ച് എടുത്ത് നമുക്ക് ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഈ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് രണ്ടായിട്ട്, ഇതിപ്പം 4ആയിട്ടാണ് കിടക്കുന്നത്, 2 പീസായിട്ടാണ് കിടക്കുന്നത്. അതിന് നമ്മൾ 4ആക്കി എടുക്കണം. മടക്കി വീണ്ടും ഇപ്പം 2ആയിട്ടാണ് മടക്കി എടുത്തിരിക്കുന്നത്. ഇനി അതിനെ വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് ഇനി ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്തി അത് പിന്നീട് നമുക്കത് നോക്കാം. അപ്പോൾ ഇനി ഇതിൽ 44 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 44 ഇഞ്ച് സൈസുള്ള ചുരിദാറാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിന് എത്രയാണ്? 42.5 ഇഞ്ചാണ് എനിക്കിത് വേണ്ടത്. ഇഞ്ച് ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം താഴോട്ട് 7.5 അടയാളപ്പെടുത്തണം. ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതലായിട്ട് 7.5 അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് 44 ഇഞ്ചാണ്. അപ്പം 11ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡറിൽ നിന്ന് ആം ഹോളിലോട്ട് അങ്ങനെ വരച്ച് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിട്ട് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 3.5 ഇഞ്ച് നെക്ക് ലെങ്ത്. ഇത് ബാക്കിലത്തതാണ്. ബാക്കിലത്തത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി അപ്പോൾ നമ്മളിതിൽ സ്ലീവ് വെട്ടി മാറ്റി കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് മുകളിൽ ഇതിൽ നമ്മൾ ഈ കുർത്ത ഫ്രണ്ട് ഓപ്പണാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് ഓപ്പൺ മടക്ക് വശം നമ്മുടെ സൈഡിലും മറ്റേത് ഓപ്പോസിറ്റ് സൈഡിലുമാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇതേ എടുത്ത് നമ്മൾ തിരിച്ചിടണം. നമ്മളിങ്ങനെ തിരിച്ചിട്ട്, അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എനിക്കിതിന് 42 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. 42 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ ഷോൾഡർ 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തിയതിന് ശേഷം താഴോട്ട് ആം ഹോൾ 7.5 അടയാളപ്പെടുത്തണം. 7.5 അല്ലെങ്കിൽ 8 അടയാളപ്പെടുത്തണം. ഞാനിവിടെ 7.5 അടയാളപ്പെടുത്തണുള്ളൂ. അപ്പോൾ ഇതിനെ തിരിച്ച് ഓപ്പൺ വശം ഇപ്പുറത്തോട്ട് മാറ്റിയിട്ട്
മാറ്റിയിട്ടതിന് ശേഷം നല്ലതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ ഞാൻ പറഞ്ഞ ബോക്സ് വരച്ച് ഇനി നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. പിന്നെ നമുക്ക് 44 ഇഞ്ച് ഇറക്കം ചെസ്റ്റാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പം 44-ൻ്റെ 11 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തീർത്തുമ്പോൾ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നിന്ന് 13 ഇഞ്ച് 13 അല്ലെങ്കിൽ 13.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് അടയാളപ്പെടുത്തണം. വേസ്റ്റ് ഇവിടെ 44-ൻ്റെത് 11 അടയാളപ്പെടുത്തിയത്. അപ്പോൾ ഒരു 10 അടയാളപ്പെടുത്തണം. 10 അല്ലെങ്കിൽ 10.5 അടയാളപ്പെടുത്തണം. ചിലപ്പോൾ അത് വണ്ണം ശരിയായില്ല, അതിൻ്റെ ചിലപ്പോൾ ഇറവാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 10.5 അടയാളപ്പെടുത്തണം. 10.5 അടയാളപ്പെടുത്തിയതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം. അത് കഴിഞ്ഞ് നമ്മുടെ സ്ലിറ്റ് വേണ്ട, ഓപ്പൺ ഇല്ല എന്നാൽ ഒരു 19.5 ഇഞ്ച് 20 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ 11 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയപ്പോൾ ഒരു 11.5 അടയാളപ്പെടുത്താം. 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1 ഇഞ്ച് തേർക്കണം. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഇതാണ് നമ്മുടെ ശരിക്കുള്ള അളവ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ വെട്ടി മാറ്റേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വേണം. അപ്പോൾ ഇവിടെ അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മടക്ക് വശത്തിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് മടക്ക് വശം തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ഇട്ടത്. അല്ല, മടക്ക് വശമല്ല, ഓപ്പൺ വശം ഇപ്പുറത്തെ സൈഡിലിട്ട്. അപ്പോൾ ഇനി നമുക്ക് തന്നെയാണ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കെട്ടുപാടി തയ്ക്കുന്നതിൻ്റെ അളവ് ചോദിച്ചിരുന്നു. അത് ഞാൻ 2 ദിവസത്തിനകം വെച്ച് ഇടാം. ഇത് വെട്ടിയെടുത്ത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശരിക്കുള്ള അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അത് ഇവിടെ ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് മാറ്റി വയ്ക്കാം. ഫ്രണ്ടിലെ 2 പീസാണ്. അതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം.